വർഷം 2002. ഗുജറാത്തിൽ നടന്ന വംശഹത്യയുടെ വാർത്തകൾ രാജ്യത്തെ ഞെട്ടിക്കുന്ന സമയം. അഹമ്മദാബാദിലെ ഗുർബർഗ് സൊസൈറ്റിയിലെ താഴിട്ടുപൂട്ടിയ ഗേറ്റിനകത്ത് കലാപകാരികൾ അവിടെ ഒരുമിച്ചു കൂടിയ 69 പേരെ ജീവനോടെ കത്തിച്ചു കളഞ്ഞു. അന്ന് വെന്ത് ചാരമായി മാറിയവരിൽ ഒരാൾ കോൺഗ്രസ് പാർട്ടിയുടെ മുൻ പാർലമെന്റേറിയൻ കൂടിയായിരുന്ന MP ഇഹ്സാൻ ജഫ്രി. അന്ന് തൊട്ട് തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ പ്രിയതമൻ ഇഹ്സാൻ ജഫ്രിക്ക് നീതി കിട്ടാൻ മുഴുസമയ പോരാട്ടത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ സക്കിയ ജഫ്രി. അവർ ഇന്ന് മരണപ്പെട്ടിരിക്കുന്നു. നോക്കാം, ആരായിരുന്നു സക്കിയ ജഫ്രി? എന്തായിരുന്നു സക്കിയ ജഫ്രിയുടെ നിയമ പോരാട്ടം? 2002 ഗുജറാത്തിൽ കലാപകാരികൾ കത്തിച്ചു കളഞ്ഞ ഇഹ്സാൻ ജഫ്രിയുടെ ഭാര്യയായിരുന്നു സക്കിയ ജഫ്രി. തൻ്റെ ഭർത്താവിന് മാത്രമല്ല, അവിടെ കലാപകാരികൾ ചുട്ടുകരിച്ച മുഴുവൻ മനുഷ്യർക്കും നീതി കിട്ടാൻ, നാടിനെ കലാപത്തിലാഴ്ത്തിയവരെ വെളിച്ചത്തു കൊണ്ടുവരാൻ, ഗുജറാത്ത് കലാപത്തിൻ്റെ പിന്നാമ്പുറത്ത് പണിയെടുത്തവരെ നിയമപീഠത്തിന് മുന്നിൽ കൊണ്ടുവരാൻ, എല്ലാത്തിനും വേണ്ടി പോരാട്ടത്തിലായിരുന്നു അവർ. തനിക്ക് ശ്വാസം ബാക്കിയാകും വരെ താൻ പോരാടുമെന്ന് പരസ്യമായി പറഞ്ഞവർ. ആ ശ്വാസം നിലച്ചിരിക്കുന്നു. ആ പോരാട്ടവും അവസാനിച്ചിരിക്കുന്നു. സക്കിയ ജഫ്രിയോടൊപ്പം സുപ്രീം കോടതിയിൽ കോ പെറ്റീഷണറായിരുന്ന ടീസ്റ്റ സെറ്റിൽവാദാണ് ട്വിറ്ററിലൂടെ മരണവാർത്ത ലോകത്തെ അറിയിച്ചത്. ഗുജറാത്തിലെ കലാപത്തിനു പിറകിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന്, 2002 നടന്നത് ഗുജറാത്ത് വംശഹത്യയാണെന്ന് തെളിയിക്കാൻ മുന്നിൽ നടന്നവരായിരുന്നു സക്കിയ ജഫ്രി. അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരെ തെല്ലും ഭയക്കാതെ വിറപ്പിച്ചവൾ. മോഡിക്കും കൂടെയുള്ള 63 പേർക്കും ക്ലീൻ ചിറ്റ് നൽകിയ കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സക്കിയ ജഫ്രിയാണ് പെറ്റീഷൻ സമർപ്പിച്ചത്. 2002 ഫെബ്രുവരി 27 ഗുജറാത്തിലെ ഗോദ്രയിൽ സബർമതി എക്സ്പ്രസിൻ്റെ കോച്ചുകൾക്ക് തീപിടിക്കുന്നു. അയോധ്യയിൽ നിന്ന് മടങ്ങുന്നവരടക്കം 59 പേർ ഗോദ്രയിലെ ആ തീവെപ്പിൽ വെച്ച് മരണപ്പെടുന്നു. ഇതോടെ ഗുജറാത്തിലുടനീളം വ്യാപകമായ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. തൊട്ടുപിറ്റേന്ന്, അഥവാ ഫെബ്രുവരി 28 ഗുർബർ ഹൗസിംഗ് കോളനിയിലെ ഇഹ്സാൻ ജഫ്രിയുടെ വീട്ടിലേക്ക് ആളുകൾ കലാപത്തിൽ നിന്ന് രക്ഷ തേടിയെത്തുന്നത്. കോളനി ആക്രമിച്ച ജനക്കൂട്ടം പക്ഷേ 71കാരനായ ജഫ്രിയെയും ആ വീട്ടിൽ അഭയം തേടിയെത്തിയ 35 പേരെയും അതിക്രൂരമായി ചുട്ടുകൊന്നു. 33 പേരെ കാണാതായി. അവരും കൊല്ലപ്പെട്ടുവെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയോട് ഫോണിൽ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചിട്ടും ഫലമുണ്ടായില്ല എന്ന് വിളിച്ചു പറഞ്ഞത് സക്കിയ ജഫ്രി ആയിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന മോഡിയുടെ ഓഫീസിലേക്ക്, ഉപപ്രധാനമന്ത്രിയായിരുന്ന LK അദ്വാനിയുടെ ഓഫീസിലേക്ക്, അങ്ങനെ 100-ലേറെ പേർക്ക് അന്ന് സഹായം അഭ്യർത്ഥിച്ച് വിളിച്ചിരുന്നുവത്രേ. ഫോൺ വിളിച്ച ശേഷം മോഡി എന്തു പറഞ്ഞുവെന്ന് ചോദിച്ചപ്പോൾ സഹായ അഭ്യർത്ഥന കൊണ്ട് ഇപ്പോൾ ഒരു പ്രസക്തിയുമില്ല എന്നായിരുന്നു മറുപടിയെന്നും സക്കിയ ജഫ്രി വെളിപ്പെടുത്തി. 2006 മുതലാണ് വംശഹത്യയിലെ ഇരകൾക്കു വേണ്ടി സക്കിയ ജഫ്രി പോരാട്ടം തുടങ്ങുന്നത്. മോഡി അടക്കമുള്ള 58 പേർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കണമെന്നായിരുന്നു അവരുടെ അന്നത്തെ ആവശ്യം. ഗോദ്ര ട്രെയിൻ തീവെപ്പ് കേസിന് ശേഷമുണ്ടായ കലാപത്തിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന്, ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളുണ്ടെന്ന്, ഇതൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് സക്കിയ ജഫ്രി മുന്നിലേക്കിറങ്ങി. അതോടെ നിരവധി ആക്ടിവിസ്റ്റുകളും മനുഷ്യാവകാശ പ്രവർത്തകരും കൂടെ നിന്നു. അവരുടെ നേതൃത്വത്തിൽ നടന്ന നിരന്തര ഇടപെടലുകളുടെയും നിയമ പോരാട്ടങ്ങളുടെയും ഫലമായി ഗുർബർഗ് കൊട്ടക്കൊല വീണ്ടും അന്വേഷിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. എന്നിട്ടും 2012 പ്രത്യേക അന്വേഷണ സംഘം മോഡി അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കി. അതിനെതിരെ വീണ്ടും സക്കിയ ജഫ്രി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി. പക്ഷേ ഈ അപ്പീലും സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. അതുമാത്രമല്ല, സക്കിയ ജഫ്രിയോടൊപ്പം നിയമ പോരാട്ടത്തിന് കൂടെ നിന്ന മനുഷ്യാവകാശ പ്രവർത്തക ടീസ്റ്റ സെറ്റിൽവാദിനെതിരെ കോടതി വിവാദ പരാമർശം നടത്തിയിരുന്നു. അവരെ കള്ള തെളിവുണ്ടാക്കിയെന്ന വ്യാജേനെ ഗുജറാത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സക്കിയ ജഫ്രി നൽകിയ ഹർജിയിൽ കലാപത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു. ഗുജറാത്ത് വംശഹത്യക്ക് ഭരണകൂടവും അധികാരികളും എങ്ങനെയാണ് കൂട്ടുനിന്നത് എന്നതിൻ്റെ കൃത്യമായ വിവരണങ്ങൾ ഉണ്ടായിരുന്നു. അന്വേഷണ സംഘം ആരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. കലാപത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ എവിടെ നിന്നായിരുന്നുവെന്ന് അന്വേഷിച്ചിട്ടില്ല. ഒരാളുടെയും ഫോൺ പിടിച്ചെടുത്തിട്ട് പോലുമില്ല. ഇങ്ങനെ തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഹർജിയിലുണ്ടായിരുന്നു. നിയമപോരാട്ടങ്ങളെക്കുറിച്ചുള്ള സക്കിയ ജഫ്രിയുടെ വാക്കുകൾ കുറിച്ചു വെക്കേണ്ടതാണ്. ഭർത്താവിന് വേണ്ടി മാത്രമുള്ളതല്ല തൻ്റെ പോരാട്ടം. നരേന്ദ്രമോദി തങ്ങളുടെ രക്ഷകനാണെന്ന് വിശ്വസിച്ച ആയിരക്കണക്കിന് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള അവസാന ശ്രമമാണ് തൻ്റെ പോരാട്ടം. ഇതായിരുന്നു അവർ പറഞ്ഞത്. പിന്നീട് 2021
അവർ ഗൂഢാലോചന അന്വേഷിക്കാൻ ഹർജി നൽകിയിരുന്നു. ഗൂഢാലോചനയ്ക്ക് വ്യക്തമായ തെളിവുകളുണ്ടായിട്ടും പ്രത്യേക അന്വേഷണ സംഘം ഇത് അവഗണിക്കുകയായിരുന്നുവെന്നാണ് അന്നവർ പറഞ്ഞത്. പക്ഷേ 2022 ഈ ഹർജിയും സുപ്രീം കോടതി തള്ളി. സക്കിയ ജിഫ്രിയുടെ പോരാട്ടം ഒറ്റക്കായിരുന്നു. ഗുജറാത്തിൽ അന്ന് അധികാരം കൈയാളിയിരുന്ന BJP ഭരണകൂടത്തോട്. ഇപ്പോൾ കേന്ദ്രത്തിൽ ശക്തരായ അധികാരികളായി തുടരുമ്പോഴും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ സക്കിയ ജിഫ്രി തയ്യാറായിരുന്നില്ല. അതുകൊണ്ടുതന്നെ ധാരാളം തിരിച്ചടികൾ അവർക്ക് നേരിടേണ്ടി വന്നു. ആരോഗ്യമുള്ള സമയത്തെല്ലാം ഗുജറാത്തിലെ ഗുർബർഗ് സൊസൈറ്റിയിലുള്ള തൻ്റെ ഭർത്താവിൻ്റെയും കലാപത്തിൻ്റെയും നീറുന്ന ഓർമ്മകൾ ശേഷിക്കുന്ന അവശിഷ്ടങ്ങൾ കാണാൻ അവർ പതിവായി വരുമായിരുന്നു. ഓരോ തവണ സന്ദർശിക്കുമ്പോഴും പോരാടാനുള്ള പുതിയ ഊർജം അവർ കൈമുതലാക്കി. താൻ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കൃത്യമായ വസ്തുതകളാണെന്ന് തികഞ്ഞ ബോധ്യത്തോടെ ഗുജറാത്ത് വംശഹത്യയുടെ പിറകിലെ യഥാർത്ഥ ഗൂഢാലോചനയുടെ വ്യക്തമായ തെളിവുകൾ അവർ നിരന്തരം നിരത്തിക്കൊണ്ടിരുന്നു. ആ തെളിവുകളടങ്ങിയ ഹർജികളുമായി നിരന്തരം നീതിപീഠത്തെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. സക്കിയ ജിഫ്രി ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഗുജറാത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകളും സക്കിയ ജിഫ്രിയുടെ പോരാട്ടങ്ങളും നീതി പുലരുന്ന കാലം വരെ മരണമില്ലാതെ തുടരുക തന്നെ ചെയ്യും.